Hello friends, welcome to Sham's World of Joy. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടത്തിന് ആവശ്യമായ മസാല തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മൈദമാവ് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ടിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. വെള്ളം ചേർക്കാതെ വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇനി നമുക്ക് ഇതിലൊരു മുട്ട ഉടച്ച് ഒഴിക്കാം. ഈ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് മുട്ടയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് മുട്ടയും ചിക്കനും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പൊടികൾ കുറച്ചായി ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ചുകൂടെ മസാല ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ച മസാല മൊത്തം ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ നേരം വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിയുകയും ചെയ്യും, ഉള്ള് നന്നായിട്ട് വെന്ത് കിട്ടുകയും ഇല്ല. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയുമാണ്, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. പച്ചമുളക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ്. ഒരിക്കൽ കഴിച്ചാൽ എന്തായാലും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് വീട്ടിലൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ.